ഗൈസ് നമ്മൾ തട്ടകത്തിലുള്ള പൂരത്തിന് പോവുകയാണ്. അതായത് കുംഭഭരണി മഹോത്സവമാണ് ഇവിടുത്തെ പ്രധാനം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് പോണേ. അവിടെ നല്ല തിരക്കൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ പോയി. അവിടെ ചെന്നപ്പോഴാണ് നല്ല തിരക്ക്. തിറകളി എടുക്കുന്ന സമയമാണ്. ഞങ്ങൾ അതിനടുത്ത് പോയി കുറച്ച് നേരം തിറകളി കണ്ടു. പൂരം എന്നാണ് നമ്മൾ പൊതുവെ പറയാറ്. പൂരത്തിൻ്റെ തലേ ദിവസമാണ് വലിയാറാട്ട് മഹോത്സവം, അതുപോലെ കാളവേലയൊക്കെ നടക്കാറ്. അതിൻ്റെ ഒരു വീഡിയോ ഇതിന് മുന്നേ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ വേല, അല്ലെങ്കിൽ ഇന്നത്തെ പൂരം, ഇന്നത്തെ കുംഭഭരണി മഹോത്സവം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇനി ഇന്നത്തെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. പാലക്കാട് വേലകളിൽ വളരെ പ്രധാനിയാണ് ഈ കാണുന്ന തിറ പൂജനൊക്കെ. ഇതിൽ പൂജനില്ല, തിറ മാത്രമേ ഉള്ളൂ. അപ്പോൾ തിറകളിയിലെ ഏറ്റവും ഒരു മികച്ച രംഗമാണ് കണ്ണുകൊണ്ട് പൈസ എടുക്കുന്ന രംഗം. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കളിച്ച് വന്ന് അമ്പലത്തിൻ്റെ മുന്നിലെത്തി ദൈവത്തിനെ തൊഴുകും, അല്ലെങ്കിൽ കുമ്പിടുക എന്ന് പറയും നമ്മളതിന്. അതാണ് പിന്നെ അവിടെ ഉണ്ടാവാറുള്ളത്. ഓരോ കാഴ്ചക്കാരനെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹാപ്പി ആക്കുന്ന രീതിയിലായിരിക്കും ഈ ഒരു തറകളി ഉണ്ടാവുക. അതിൻ്റെ കൊട്ടും മേളവും അതേപോലെ തന്നെ അതിൻ്റെ ചുവടൊക്കെ ശരിക്കും അടിപൊളിയാണ് കേട്ടോ. ഉണ്ടായിരുന്ന കാളകളുടെ കുറേ കാളകൾ അവിടെ നിർത്തിയിട്ടതായി കാണാൻ പറ്റുന്നുണ്ട് ആളുകളുടെ പുറകിലായിട്ട്. ഇതേപോലെ തലേദിവസത്തെ കുറേ കാളകൾ അവിടെ നിർത്തിയിട്ടുണ്ടാവും. പോരാത്തതിന് ഇന്നും പല ദേശങ്ങളിൽ നിന്നും കാളകൾ വരും. അടിപൊളിയായി ലൈറ്റൊക്കെ വെച്ച് നല്ല സൂപ്പർ ഇണക്കാളകളായിരിക്കും വരുന്നുണ്ടാവും. അതിൻ്റെ കൂടെ ശിങ്കാരിമേളം ഉണ്ടായിരിക്കും, തമ്പോലുണ്ടായിരിക്കും, പിന്നെ കുറേ വേഷങ്ങളുണ്ടായിരിക്കും. അങ്ങനെ അടിപൊളിയായിട്ടായിരിക്കും ഓരോ ദേശത്തുനിന്ന് വേലകൾ വരുന്നുണ്ടാവുക. ചിലപ്പം ഫയർ ഡാൻസൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ടുള്ള വേലകളാണ് ഓരോ ഏരിയയിൽ. ചൂടായിട്ട് കൂടി ഇത്രയും നല്ല തിരക്ക് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഓരോ ദേശത്തു നിന്നും കാളകൾ വന്നു തുടങ്ങുന്നു. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ തിരക്ക് കൂടി. അങ്ങനെ ഞങ്ങളെല്ലാവരും എല്ലാ വേലയും കണ്ട് പൂരപ്പറമ്പ് ചുറ്റി നടന്നു. തലേ ദിവസത്തെ കാളയും ഒറ്റക്കാളയും കുതിരയും ഒക്കെ ആ പറമ്പിലുണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ കണ്ടു. പതുക്കെ ഇരുട്ടായപ്പോൾ ആളുകളുടെ തിരക്ക് കൂടി. പല ദേശത്തു നിന്നുള്ള കാളവരകൾ വരാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയൊരു ഫീലായിരുന്നു ആ വൈകുന്നേരം. എല്ലാ പാട്ടും മേളവും അതുപോലെ ഡാൻസും ഒക്കെ കാണാൻ എന്ത് രസമാണെന്ന് പറയുന്നത്. അഴിയന്നൂർ, ലക്ഷം വീട്, ചുണ്ടേക്കാട്, സമഞ്ഞയ, അങ്ങനെ ആമക്കാട്, അങ്ങനെ കുറേ ദേശങ്ങളിൽ നിന്നായിട്ട് വേലകൾ വരുന്നുണ്ടായിരുന്നു. ഈ വേലയ്ക്ക് പുറകിലായിട്ട് ഹരിശ്രീ കലാസമിതിയുടെ കുറേ വേഷങ്ങളുണ്ടായിരുന്നു. ശിവനും കൃഷ്ണനും വിഷ്ണുവും അങ്ങനെ കുറേ വേഷങ്ങൾ ഇതിൻ്റെ പുറകിലായിട്ട് കാണാൻ പറ്റും. തുടർച്ചയായിട്ട് വേലകൾ വരവായി. ഇതിൻ്റെ പുറകിലായിട്ട് പല ദേശങ്ങളിലെ വേലകൾ വന്നുകൊണ്ടേയിരിക്കും. ഇതായിരുന്നു ഈ പൂരത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു ഫയർ ഡാൻസ്. ആദ്യകാലങ്ങളിലൊക്കെ ഇതുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് കണ്ടുവരാറില്ല. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഈ ഒരു ഫയർ ഡാൻസ് കൊണ്ടുവന്നത്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു അവരുടെ. നിങ്ങളുടെ നാട്ടിലെ പരിപാടികളൊക്കെ ഉണ്ടോ? എന്നെങ്കിൽ കമൻറ്റ് ചെയ്യണേ.
പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കമ്പം കത്തിക്കൽ. അത് ഞങ്ങൾക്ക് ഈ തിരക്കിൻ്റെ ഇടയിൽ അങ്ങോട്ട് പോയി കാണാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അമ്പലത്തിലെ LED ഹോളിലാണ് കണ്ടത്. ശരിക്കും അത് നേരിട്ട് കാണേണ്ട ഒരു കാഴ്ച. പോരാത്തതിന് ഇപ്രാവശ്യം പെൺകുട്ടികളുടെ അടിപൊളി ശിങ്കാരിമേളം ഉണ്ടായിരുന്നു. എല്ലാ വേലകളും അമ്പലത്തിൽ കയറി. അങ്ങനെ ഈ ഡാൻസോടുകൂടി ഈ വർഷത്തെ പൂരം അവസാനിച്ചു.